നമസ്കാരം. മലയാളത്തിലെ സഹനടന്മാർക്ക് മാത്രമല്ല എല്ലാ മലയാളികൾക്കും അമ്മ തന്നെയായിരുന്നു കവിയൂർ പൊന്നമ്മ. കാരണം മലയാളികൾ കണ്ടു തുടങ്ങിയത് സത്യനും കവിയൂർ പൊന്നമ്മയായിട്ടുള്ള അമ്മയും മകനും റോളുകളാണ്. അതിന് പിന്നീട് നസീറുമായും മധുവുമായും മോഹൻലാൽ, മമ്മൂട്ടി അങ്ങനെ എല്ലാ താരങ്ങളുമായിട്ടും അമ്മ വേഷത്തിൽ പകർന്നാടുവാൻ കവിയൂർ പൊന്നമ്മയ്ക്ക് കഴിഞ്ഞു. പിന്നീട് മുത്തശ്ശിയായും മലയാളികൾക്ക് മുന്നിൽ കവിയൂർ പൊന്നമ്മ പ്രത്യക്ഷപ്പെട്ടു. വാത്സല്യം നിറഞ്ഞ ഒരു അമ്മയുടെ ഭാവവും മുഖവും തന്നെയായിരുന്നു കവിയൂർ പൊന്നമ്മയ്ക്ക്. എന്നാൽ കവിയൂർ പൊന്നമ്മയുടെ സ്വന്തം ജീവിതം പലപ്പോഴും ദുരന്തമായി മാറുന്നതാണ് കണ്ടത്. ഒരു പ്രണയത്തിലൂടെ വിവാഹം കഴിച്ചവരാണ് കവിയൂർ പൊന്നമ്മയും ഭർത്താവും. എന്നാൽ ഇടയ്ക്ക് വെച്ച് അവരുടെ ദാമ്പത്യ ബന്ധം ഉലയുകയും അങ്ങനെ അവർ വേർപിരിയുകയും ചെയ്തു. ഇതിനിടയിൽ ഉണ്ടായ മകൾ ബിന്ദുവിൻ്റെ കുട്ടിക്കാലം വലിയ നൊമ്പരത്തോടു കൂടിയാണ് അവർക്ക് ഓർക്കാൻ കഴിയുന്നത് എന്ന് ബിന്ദു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുട്ടിക്കാലത്ത് തനിക്ക് ഒരു അമ്മയുണ്ടായിരുന്നില്ല. അച്ഛൻ്റെ വീട്ടുകാരായിരുന്നു തനിക്ക് എപ്പോഴും തുണയായി ഉണ്ടായിരുന്നത്. അച്ഛൻ്റെ വീട്ടുകാരോട് തന്നെയായിരുന്നു അതുകൊണ്ട് ബിന്ദുവിന് കൂടുതൽ സ്നേഹവും തന്നെ ലാളിക്കുവാനോ തന്നെ ഓമനിക്കുവാനോ തന്നെ കൊഞ്ചിക്കുവാനോ ഒന്നും അമ്മ ഉണ്ടായിട്ടില്ല. ആ സമയത്തൊക്കെ അമ്മ വലിയ തിരക്കിലായിരുന്നുവെന്നും അമ്മയ്ക്ക് ഒരുപാട് പ്രാരാബ്ധങ്ങളുണ്ടായിരുന്നെന്നും അമ്മയുടെ അനിയത്തിമാരെ നോക്കുക, കുടുംബം നോക്കുക എന്നത് മാത്രമായിരുന്നു അമ്മയുടെ ലക്ഷ്യം എന്നൊക്കെ പലപ്പോഴായി ബിന്ദു പറയുന്നുണ്ടായിരുന്നു. എന്നാൽ അച്ഛൻ്റെ വീട്ടുകാരോട് കൂടുതൽ അടുത്ത ബിന്ദു കളിക്കൂട്ടുകാരനും അമ്മായിയുടെ മകനുമായ വെങ്കട്ടരാമനുമായി പ്രണയത്തിലാവുകയും പിന്നീട് ഇവർ വിവാഹം കഴിക്കുകയും US-ലേക്ക് താമസം മാറ്റുകയും ചെയ്തു. അപ്പോഴും മലയാളത്തിൽ തിരക്കുള്ള നടിയായി നടി തന്നെയായിരുന്നു കവിയൂർ പൊന്നമ്മ. അതുകൊണ്ട് തന്നെ തിരിച്ച് US-ൽ നിന്നും ഒരിക്കലും ബിന്ദു കേരളത്തിലേക്ക് വരാനോ അല്ലെങ്കിൽ അമ്മയോടൊപ്പം താമസിക്കുവാനോ ഇഷ്ടപ്പെട്ടില്ല. തൻ്റെ കുട്ടിക്കാലത്ത് തനിക്ക് യാതനകൾ മാത്രമാണ് അമ്മ നൽകിയത് എന്നും അതുകൊണ്ട് തന്നെ തനിക്ക് അമ്മയോട് വലിയ താല്പര്യമില്ല, അമ്മയുടെ വെറുപ്പാണ് എന്നും പലവട്ടം ബിന്ദു പറഞ്ഞിരുന്നു. ഈ ഒരു കാരണം കൊണ്ട് തന്നെ വാർദ്ധക്യത്തിൽ അമ്മ, അതായത് കവിയൂർ പൊന്നമ്മ ഒറ്റപ്പെട്ട നിലയിലായിരുന്നു. വളരെ വല്ലപ്പോഴും നിർബന്ധം മറ്റ് ബന്ധുക്കളുടെയും സിനിമാ പ്രവർത്തകരുടെയും ഒക്കെ നിർബന്ധത്തെ തുടർന്ന് 1-2 തവണ മാത്രമാണ് രോഗശയ്യയിൽ പോലും കവിയൂർ പൊന്നമ്മയെ സന്ദർശിക്കുവാൻ മകൾ ബിന്ദു എത്തിയത്. ഒടുവിൽ മരണത്തിന് 1-1.5 ആഴ്ച മുൻപാണ് ബിന്ദു അമ്മയെ കണ്ടു മടങ്ങിയത്. പക്ഷേ മരണശേഷം ബിന്ദുവിന് അമ്മയുടെ മരണാനന്തര ചടങ്ങുകൾക്ക് സംബന്ധിക്കാൻ കഴിഞ്ഞില്ല. അത് പ്രധാനമായും ബിന്ദുവിന് താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെയാണ് എന്നാണ് സിനിമാ വൃത്തങ്ങളിൽ നിന്നും അവരുടെ അടുത്ത വൃത്തങ്ങളിൽ നിന്നും ഒക്കെ പറയുന്നത്. കാരണം തനിക്ക് അമ്മയെ ആവശ്യമുള്ളപ്പോൾ തനിക്ക് അമ്മയെ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ താൻ അമ്മയുമായിട്ട് വലിയ അകലത്തിലാണ് എന്ന് പലപ്പോഴും ബിന്ദു പറയുകയും ചെയ്തിരുന്നു. അങ്ങനെ അമ്മയുടെയും മകളുടെയും മക്കളുടെയും ഭർത്താവിൻ്റെയും ഒന്നും സ്നേഹ പരിലാളനകൾ കിട്ടാതെയാണ് കവിയൂർ പൊന്നമ്മ എന്ന മലയാളികളുടെ അമ്മ ഒടുവിൽ യാത്രയായത്.